നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൺഫർമേഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ മോഡൽസൊക്കെ കാണിച്ചുകൊണ്ട് എന്താണ് കൺഫർമേഷൻസ്, അതിൻ്റെ സ്റ്റെബിലിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ കൺഫർമേഷൻസ് എന്താണ്? ഒരു സിഗ്മ ബോണ്ടിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുമ്പം പല സ്പേഷ്യൽ അറേഞ്ച്മെൻ്റ് ഒരു മോളിക്യൂളിന് ഉണ്ടാകുമെങ്കിൽ ആ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റുകൾ തമ്മിൽ എനർജി ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത്തരം അറേഞ്ച്മെൻറ്റ്സിനെ നമുക്ക് കൺഫർമേഷൻസ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ഈഥേൻ മോളിക്യൂളിൻ്റെ കേസ് എടുത്താണ് കൺഫർമേഷൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഈഥേൻ മോളിക്യൂൾ നോക്കുക, CH3 സിംഗിൾ കാർബൺ, സിംഗിൾ ബോണ്ട് കാർബൺ, ആ കാർബണിലും CH3 ഗ്രൂപ്പ്, C2H6 ആണ് ഈഥേൻ മോളിക്യൂൾ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നതിൻ്റെ ഒരു വെഡ്ജ് പ്രൊജക്ഷൻ ഫോർമുലയാണ്. 2 കാർബൺ ആറ്റം കാണിച്ചിരിക്കുന്നു. ആ കാർബൺ ആറ്റത്തിൽ ഓരോന്നും sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഓരോ കാർബൺ ആറ്റത്തിലും 3 കാർബൺ ഹൈഡ്രജൻ ബോണ്ടുകൾ വീതമുണ്ട്. രണ്ടാമത്തെ കാർബണിലും 3 കാർബൺ ഹൈഡ്രജൻ ബോണ്ടുണ്ട്. കാർബൺ കാർബൺ ബോണ്ട് ലെങ്ത് 1.54 ആങ്സ്ട്രം ആണ്. കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ലെങ്ത് 1.10 ആങ്സ്ട്രം ആണ്. ഇനി ഹൈഡ്രജൻ കാർബൺ കാർബൺ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി ആണ്, 109.6 ഡിഗ്രിയാണ്. ഇനി ആ സ്ട്രക്ചറിൽ ഈ ഹൈഡ്രജനും കാർബൺ കാർബൺ ഹൈഡ്രജൻ അത് ഒരു പ്ലെയിനിലാണ് നിൽക്കുന്നത്. നമ്മളൊരു പേപ്പറിൽ വരയ്ക്കുവാണെങ്കിൽ ആ പേപ്പറിലുള്ള പ്ലെയിനിലാണ് ആ 2 ഹൈഡ്രജൻസും 2 കാർബണും നിൽക്കുന്നത്. ഇനി ഈ ഹൈഡ്രജനും ബോൾഡ് ലൈൻസ് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം 3 ഡയമെൻഷനിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ നേരെ, അതായത് നോക്കുന്ന ആളുടെ നേരെയായിരിക്കും ആ 2 ഹൈഡ്രജൻസ് ഇരിക്കുന്നു എന്നാണ് ആ തിക്ക് ലൈൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി മറ്റ് 2 ഹൈഡ്രജനുണ്ട്, ഇതും ഡോട്ടഡ് ലൈൻ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം നമ്മളുടെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ആ ഹൈഡ്രജൻസ് നിൽക്കുന്നത് എന്നാണ് ഡോട്ടഡ് ലൈൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം തിക്ക് ലൈൻസ് ആണെങ്കിൽ നമ്മുടെ നേരെ, ഡോട്ടഡ് ലൈൻസ് ആണെങ്കിൽ നമ്മളുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, സാധാരണ ലൈൻ ആണെങ്കിൽ നമ്മൾ നോക്കുന്ന പ്ലെയിനിലാണ് നിൽക്കുന്നത്. ഇതാണ് ആ ഫോർമുല റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഒരു 3 ഡയമെൻഷണൽ പിക്ചറാണ് രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഒരു ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡലായിട്ട് ഈഥെയ്ൻ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണിച്ചിരുന്നു, ഒരു മോഡൽ എടുത്ത് നിങ്ങളെ കാണിച്ചതാണ്. ആ മോഡലിൻ്റെ ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ബ്ലാക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്ന 2 കാർബൺ ആറ്റം, ഇതൊരു കാർബൺ കാർബൺ ബോണ്ട്, ദെൻ ഓരോ കാർബൺ ആറ്റത്തിലും 3 ഹൈഡ്രജൻസ്, ഇവിടെയും 3 ഹൈഡ്രജൻസ്. അങ്ങനെ 3 ഹൈഡ്രജൻസും ഒരു കാർബൺ ആറ്റത്തിലുണ്ട്. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ 3 ഹൈഡ്രജൻസ് ഉണ്ട്. അങ്ങനെ ആകെ മൊത്തം 6 ഹൈഡ്രജൻസ്, 2 കാർബൺ. അവിടെ ഒരു കാർബൺ കാർബൺ ബോണ്ടും ഉണ്ട്. ഇതാണ് ഈഥേൻ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ. ഇനി റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ഇലക്ട്രോണിക് പിക്ചറാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായിട്ട് കാണാം. ഇനി കൺഫർമേഷൻസ് എന്താണെന്ന് പറഞ്ഞ സമയത്ത് കാർബൺ കാർബൺ ബോണ്ടിനെ, ഇപ്പം കാർബൺ കാർബൺ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു സിഗ്മ ബോണ്ടിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ റൊട്ടേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പം പല അറേഞ്ച്മെൻറ്റ്സ് പോസിബിളായി വരുന്നു. ആ ഓരോ അറേഞ്ച്മെൻറ്റും തമ്മിൽ ചെറിയ എനർജി ഡിഫറൻസ് ഉണ്ടാവും. ആ ഓരോ അറേഞ്ച്മെൻറ്റ്സിനെയും നമ്മൾ കൺഫർമേഷൻസ് എന്ന് വിളിക്കും. ഇനി 2 തരം പ്രൊജക്ഷൻ ഫോർമുലകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. ന്യൂമാൻ പ്രൊജക്ഷനും സോഹോഴ്സ് പ്രൊജക്ഷനും. അപ്പോൾ അത് ന്യൂമാൻ പ്രൊജക്ഷൻ, നമ്മളുടെ കാർബൺ ആറ്റം നമ്മുടെ നേരെ വെച്ചിരിക്കുന്നു. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ആ ഫ്രണ്ട് കാർബണിനെ ഒരു ഡോട്ടായിട്ട് അവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. അതിൽ നിന്ന് 3 ഹൈഡ്രജൻസ് ഉണ്ട്. ആ ഹൈഡ്രജൻസിനെ നമ്മൾ ഇതേ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. ഇനി ബാക്കിലെ കാർബൺ, അത് നമുക്കിങ്ങനെ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കില്ല. ആ ബാക്കിലെ കാർബണിനെയാണ് ഒരു സർക്കിളായിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ആ സർക്കിളിൽ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന കാർബണിലും 1, 2,
3 ഹൈഡ്രജൻസ് ഉണ്ട്. ആ ഹൈഡ്രജനെ നമ്മൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. ഇതൊരു സ്റ്റാഗേർഡ് അറേഞ്ച്മെൻ്റ് ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. അതായത് മിനിമം എനർജി അറേഞ്ച്മെൻറ്റ്സ്, ബോണ്ടുകൾ തമ്മിൽ പരമാവധി അകലത്തിൽ വെച്ചിരിക്കുന്ന അറേഞ്ച്മെൻ്റ് ആണ് സ്റ്റാഗേർഡ് അറേഞ്ച്മെൻറ്റ്. ഇനി ഈ രീതിയിലല്ലാതെ മറ്റൊരു രീതിയിൽ മോളിക്യൂളിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അതിനെയാണ് സോഹോഴ്സ് പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നത്. അതാണ് ഇടതുവശത്ത് കാണിച്ചിരിക്കുന്നത്. സോഹോഴ്സ് പ്രൊജക്ഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കാർബൺ കാർബൺ ബോണ്ടിനെ നമ്മളവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ന്യൂമാൻ പ്രൊജക്ഷനിൽ കാർബൺ കാർബൺ ബോണ്ട് അവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടില്ല. ഈ കാർബൺ കാർബൺ ബോണ്ട് ഇവിടെ കാണിക്കാനായിട്ട് ഉണ്ട്, പക്ഷേ ന്യൂമാനിൽ അതില്ല. അപ്പോൾ ഇതാണ് സോഹോഴ്സും ന്യൂമാനും പ്രൊജക്ഷൻസ്. അതിൽ ന്യൂമാൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കൺഫർമേഷണൽ അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ എന്താണ് കൺഫർമേഷൻസ് എന്ന് കണ്ടു. ഇനി കൺഫർമേഷൻ അനാലിസിസ് എന്താണെന്ന് നോക്കണം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കാർബൺ കാർബൺ ബോണ്ടിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സിഗ്മ ബോണ്ടിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പല അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാകും. അവരെയാണ് കൺഫർമേഷൻസ് എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഈ അറേഞ്ച്മെൻറ്റുകൾ തമ്മിൽ ചെറിയ എനർജി ഡിഫറൻസും ഉണ്ടാകും. അങ്ങനെ എനർജി ഡിഫറൻസുകൾ ഓരോന്നിനും എത്രമാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതിനെക്കുറിച്ചുള്ള ഒരു പഠനത്തിനെയാണ് നമ്മൾ കൺഫർമേഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞത്. ഓരോ മോളിക്യൂളിൻ്റെയും കൺഫർമേഷൻ അനാലിസിസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഈഥേൻ മോളിക്യൂളിനെ നമ്മൾ എങ്ങനെയാണ് ന്യൂമാൻ പ്രൊജക്ഷനിലേക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുന്നതെന്നാണ്. അപ്പോൾ അവിടെ ഒരു കണ്ണിൻ്റെ പിക്ചർ കൊടുത്തിരിക്കുന്നത് നോക്കുക. ആ ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് കാർബണും അതിനകത്തുള്ള ഹൈഡ്രജൻസ് 3 എണ്ണം ആ ഫ്രണ്ട് കാർബണിലുള്ള ഹൈഡ്രജൻസുമാണ്. ഇനി അത് നോക്കിക്കഴിയുമ്പം ആ കാർബണിനെ നമ്മൾ ഒരു കുത്തായിട്ട് അവിടെ കാണിച്ചിരിക്കുന്നു, ഒരു ഡോട്ടായിട്ട് കാണിച്ചിരിക്കുന്നു. ദിസ് ഈസ് എ ഡോട്ട്. ഇനി അതിലുള്ള 3 ഹൈഡ്രജൻസ്, ഈ 3 ഹൈഡ്രജൻസിനെയാണ് ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നു. ഇനി പുറകിലുള്ള കാർബൺ ആറ്റത്തിനെ നമ്മളൊരു സർക്കിളായിട്ട് കാണിച്ചിരിക്കുന്നു. അതിനകത്തുള്ള 3 ഹൈഡ്രജൻസിനെ നമ്മൾ ഇവിടെ 1, 2, 3 ആയിട്ട് കാണിച്ചിരിക്കുന്നു. ഈ രീതിയിലാണ് നമ്മൾ ന്യൂമാൻ പ്രൊജക്ഷൻ വരയ്ക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ കൺഫർമേഷൻസിനെ കുറിച്ച് കാണാം. അപ്പോൾ ഈ പറയുന്ന മോളിക്യൂള്, അതായത് ഈഥേൻ മോളിക്യൂള് 2 രീതിയിൽ പ്രധാനമായിട്ട് റെപ്രസെൻ്റ് ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. അതായത് ഒരു ഹൈഡ്രജൻ്റെ തൊട്ട് പുറകിൽ അടുത്ത ഹൈഡ്രജൻ വരുന്നത് പോലെ നമുക്കതിനെ കാണിക്കാനായിട്ട് സാധിക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മോഡലൊക്കെ വെച്ച് നിങ്ങളെ കാണിച്ചു തന്നിരുന്നു. ഇല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ഈ വീഡിയോ കഴിഞ്ഞ ശേഷം അഡീഷണൽ ആയിട്ടൊരു വീഡിയോ അയച്ചു തരാം. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കൺഫർമേഷൻസ് മോഡൽസ് വെച്ച് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറയുന്ന ഫ്രണ്ട് ഹൈഡ്രജൻ്റെ തൊട്ട് പുറകിലായിട്ട് അടുത്ത ഹൈഡ്രജൻ നിൽക്കുന്നു. അങ്ങനെ 3 ഫ്രണ്ട് ഹൈഡ്രജനുകളുടെയും പുറകിലായിട്ട് അടുത്ത ഹൈഡ്രജൻസ് വന്ന് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ രീതി നമ്മൾ സോളാർ എക്ലിപ്സ്, ലൂണാർ എക്ലിപ്സ് ഒക്കെ കണ്ടു. അതുപോലെ ഒന്നിൻ്റെ പുറകിൽ അടുത്തത് ഒരേ ലൈനിൽ തന്നെ വന്നിരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് വിളിക്കുന്നത്. അവിടെ ആ ബോണ്ട് ആംഗിൾ അല്ലെങ്കിൽ ആ ആംഗിൾ 0 ഡിഗ്രിയാണ്. ബോണ്ട് ആംഗിൾ എന്ന് ഡൈഹീഡ്രൽ ആംഗിൾ എന്നാണ് അതിന് പറയുന്നത്. ആ ആംഗിൾ 0 ഡിഗ്രിയാണ്. ഇനി ഡൈഹീഡ്രൽ ആംഗിൾ എന്താണെന്നൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് പറ്റും. നമുക്ക് ഒരു മോഡൽ വെച്ച് ഞാനത് കാണിച്ചു തരാം എന്താണ് ഡൈഹീഡ്രൽ ആംഗിൾ എന്ന്. അടുത്ത രീതിയിൽ നമ്മൾ ആ ഫ്രണ്ടിലെ കാർബണിനെ റൊട്ടേറ്റ് ചെയ്യുന്നു, ബാക്ക് കാർബണിനെ അതേപോലെ നിർത്തിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ 2 കളറിൽ കാണിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഫ്രണ്ടിലെ കാർബണും ഹൈഡ്രജൻസും ബ്ലാക്ക് ആയിട്ട് കാണിച്ചിരിക്കുന്നു, ബാക്കിലെ കാർബണും ഹൈഡ്രജൻസും റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും 60 ഡിഗ്രിയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. നമുക്ക് മാക്സിമം അകലത്തിൽ ഈ പറഞ്ഞ ഹൈഡ്രജൻസ് വരുന്നു. ഹൈഡ്രജൻ മാത്രമല്ല, ആ കാർബൺ ഹൈഡ്രജൻ ബോണ്ടും മാക്സിമം അകലത്തിലേക്ക് വന്നു. അത്തരത്തിലൊരു കൺഫർമേഷനെയാണ് നമ്മൾ സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. അവിടുത്തെ ഡൈഹീഡ്രൽ ആംഗിൾ തീറ്റ 60 ഡിഗ്രിയാണ്. വീണ്ടും നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ വീണ്ടും പഴയ പോലെയാകും. എങ്ങനെ? ഹൈഡ്രജൻ്റെ തൊട്ട് പുറകിൽ ഹൈഡ്രജൻ വരുന്ന പോലെയാവും. അവിടെ അത് ഇച്ചിരി മാറ്റി കാണിച്ചിരിക്കുന്നത് നമുക്ക് ആ 2 ഹൈഡ്രജൻസിനെ കാണാൻ വേണ്ടിയാണ്. ആംഗിൾ 0 ആണെന്ന് ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയാണ് അല്പം മാറ്റി കൊടുത്തിരിക്കുന്നത്. ഇനി താഴെ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ സോഹോഴ്സ് സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ സോഹോഴ്സ് സ്ട്രക്ചർ തൽക്കാലം നിങ്ങൾ അധികം വറി ചെയ്യേണ്ട, ന്യൂമാൻ മാത്രം നോക്കിയാൽ മതി. സ്റ്റാഗേർഡും എക്ലിപ്സും ഏറ്റവും എളുപ്പമുള്ള കൺഫർമേഷൻ ആണ്. ഈഥേൻ്റെ കേസിൽ 2 പ്രധാനപ്പെട്ട കൺഫർമേഷൻസേ അവിടെയുള്ളൂ, സ്റ്റാഗേർഡും എക്ലിപ്സും.
അതിൽ എനർജറ്റിക്കലി ഫേവറബിൾ ഏതാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. ഏറ്റവും ബോണ്ടുകൾ തമ്മിൽ മാക്സിമം മാറി നിൽക്കുന്നു, ഹൈഡ്രജൻസ് തമ്മിൽ മാക്സിമം മാറി നിൽക്കുന്നു. അതുകൊണ്ട് സ്റ്റാഗേർഡ് കൺഫർമേഷനാണ് അതിൻ്റെ അകത്തെ സ്റ്റേബിൾ അറേഞ്ച്മെൻറ്റ്. സോ അതുകൊണ്ട് ന്യൂമാനേക്കാൾ സ്റ്റേബിൾ സ്റ്റാഗേർഡാണ്. ഇനി ഇവിടെ നമുക്ക് നോക്കാം, ഈഥെയ്ൻ സ്റ്റാഗേർഡ് കൺഫർമേഷനിൽ കാണിച്ചിരിക്കുന്നു. ഫ്രണ്ട് കാർബണിനെ ഒരു ഡോട്ടായിട്ട് കാണിച്ചിരിക്കുന്നു. അതിൽ പച്ച കളറിൽ ആ കാർബണിലുള്ള ഹൈഡ്രജൻസ്, പുറകിൽ സർക്കിളായിട്ട് ബാക്ക് കാർബൺ, അതിൽ ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് കളറിൽ അടുത്ത ഹൈഡ്രജൻസ് നിൽക്കുന്നു. അതിൻ്റെ ഒരു ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡലാണ് അത് തൊട്ട് കൂടെ കാണിച്ചിരിക്കുന്നത്. 60 ഡിഗ്രി നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഇതാണ്. നിങ്ങൾ നോക്കുക, പച്ചയുടെ തൊട്ട് ബാക്കിലായിട്ട് റെഡ് കളറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് എക്ലിപ്സ് ചെയ്ത് നിൽക്കുന്നു, തൊട്ട് പുറകിലായി നിൽക്കുന്നു, ഒന്ന് കാണാൻ പറ്റാത്ത പോലെ. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാർബൺ ഹൈഡ്രജൻ ബോണ്ടുകൾ വളരെ അടുത്ത് വന്നിരിക്കുന്നു, അതുപോലെ ഹൈഡ്രജനും. അപ്പോൾ അവിടെ ഒരു സ്ട്രെയിൻ ക്രിയേറ്റ് ചെയ്യും. ആ സ്ട്രെയിനെയാണ് നമ്മൾ ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഓരോ കേസിലും 4 കിലോ ജൂൾ പെർ മോൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മൊത്തം 12 കിലോ ജൂൾ എനർജി കൂടുതലായിരിക്കും ഒരു മോള് സ്റ്റാഗേർഡിനേക്കാൾ എക്ലിപ്സിനാണ് കൂടുതലായിരിക്കുന്നത്. ഇത് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഡെഫിനിഷനായിട്ട് പഠിക്കാം. കൺഫർമേഷൻസ്, സ്റ്റാഗേർഡ്, എക്ലിപ്സ്ഡ്, ഈ 3 പോയിൻറ്റ്സ് ആണ് നമ്മളിവിടെ കണ്ടത്. കൺഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ദാറ്റ് എ മോളിക്യൂൾ ക്യാൻ അഡോപ്റ്റ് ഡ്യൂ ടു റൊട്ടേഷൻ എബൌട്ട് സിഗ്മ ബോൺസ്. അതിൽ തന്നെ ഈഥെയ്ൻ്റെ കേസിൽ നമ്മൾ 2 കൺഫർമേഷൻസ് കണ്ടു. ഒന്ന് സ്റ്റാഗേർഡ്, that is a low energy conformation where the bonds on adjacent atoms bisect each other. That is the 60 degree is the dihedral angle, thus maximizing the separation. Maximum സെപ്പറേഷനിലാണ് ഹൈഡ്രജൻസും, മാക്സിമം സെപ്പറേഷനിലാണ് ആ ബോണ്ടുകളും മാക്സിമം സെപ്പറേഷനാണ്. ഇനി എക്ലിപ്സ്ഡ് കൺഫർമേഷൻ, ഇറ്റ് ഈസ് എ ഹൈ എനർജി കൺഫർമേഷൻ where the bonds on adjacent atoms are aligned with each other. അതായത് ഡൈഹീഡ്രൽ ആംഗിൾ 0 ഡിഗ്രിയാണ്. മാക്സിമം അതിനകത്ത് സാധിക്കുന്ന മാക്സിമം അടുത്താണ് ഹൈഡ്രജൻസ് നിൽക്കുന്നത്, ബോണ്ടുകളും മാക്സിമം അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടും കൂടി നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാഗേർഡാണ് സ്റ്റേബിൾ, എനർജി കുറവ് സ്റ്റാഗേർഡിനാണ്. അപ്പോൾ ഈ കൺഫർമേഷൻസ് ഒരു എനർജി ഡയഗ്രമായിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പം നിങ്ങൾ നോക്കുക, ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ഒരു എക്ലിപ്സ്ഡ് കൺഫർമേഷനാണ്. അപ്പോൾ അതിനകത്തെ വ്യത്യാസം കാണാൻ വേണ്ടിയാണ് ആ 2 ഹൈഡ്രജൻസ് മാത്രം റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നു. നിങ്ങൾ നോക്കുക, ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു സ്ട്രക്ചർ നോക്കുക, അതൊരു എക്ലിപ്സ്ഡ് സ്ട്രക്ചറാണ്. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മുടെ ഫ്രണ്ട് കാർബൺ നിർത്തിയിട്ട് ബാക്ക് കാർബൺ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് 2 രീതിയിലും ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രണ്ട് കാർബൺ നിർത്തി ബാക്ക് കാർബൺ റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക് കാർബൺ നിർത്തി ഫ്രണ്ട് കാർബൺ റൊട്ടേറ്റ് ചെയ്യാം. അത് നമ്മൾ ഒരു തവണ ചെയ്യുമ്പം, ഇപ്പം നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ തിരിച്ച് കണ്ടു, ഈ സ്ലൈഡിൽ നമ്മൾ ബാക്ക് കാർബണിനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം മാറി മാറി റൊട്ടേറ്റ് ചെയ്യരുത്. ഒരു കാര്യം പറയാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ, ഒന്നെങ്കിൽ ഫ്രണ്ട് കാർബൺ അല്ലെങ്കിൽ ബാക്ക് കാർബൺ, അങ്ങനെ ചെയ്യാവുള്ളൂ. ഇനി നോക്കുക, റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നു താഴെ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. നമുക്ക് ഹൈഡ്രജൻസ് തമ്മിൽ 60 ഡിഗ്രി ആംഗിൾ വന്നു. അതൊരു സ്റ്റാഗേർഡ് കൺഫർമേഷനായി. അപ്പോൾ നമ്മൾ നോക്കുക, എനർജറ്റിക്കലി ഇതൊരു പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് ഡിഗ്രി ഓഫ് റൊട്ടേഷൻ ഡൈഹീഡ്രൽ ആംഗിൾ ഗ്രാഫാണ്. അപ്പോൾ അതിനകത്ത് എനർജി താഴേക്ക് വന്നു. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എനർജി താഴേക്ക് വരുന്നത് കാണാം. ഇനിയും നമ്മൾ റൊട്ടേറ്റ് ചെയ്തു, 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, 120 ടോട്ടൽ. അന്നേരം എന്ത് സംഭവിച്ചു, വീണ്ടും ഹൈഡ്രജൻസ് അടുത്തടുത്ത് വന്നു, ബോണ്ടുകളും അടുത്തടുത്ത് വന്നു. അപ്പോൾ അവിടെ നോക്കുക, റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഹൈഡ്രജൻ താഴേക്ക് പോയിട്ട് ബ്ലാക്ക് ഹൈഡ്രജൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. വീണ്ടും എക്ലിപ്സ് സെറ്റപ്പ് നടന്നു. സോ എനർജി കൂടുതലായി. അപ്പോൾ എനർജി വീണ്ടും കൂടി. വീണ്ടും നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇതേപോലെ 60 ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ എനർജി കുറയും. നമുക്ക് പുതിയൊരു എക്ലിപ്സ്ഡ് അല്ലാത്ത സ്റ്റാഗേർഡ് കൺഫർമേഷൻ കിട്ടും. വീണ്ടും നമ്മൾ റൊട്ടേറ്റ് ചെയ്താലോ, എക്ലിപ്സ്ഡ് കിട്ടി. വീണ്ടും താഴേക്ക് വന്നു, 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, പഴയ പോലെ സ്റ്റാഗേർഡ് കിട്ടി. ഇനിയും 60 ഡിഗ്രി കൂടി റൊട്ടേറ്റ് ചെയ്താൽ, അതായത് മുഴുവൻ 360 ഡിഗ്രിയായി.
360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും പഴയ പോലെ നമുക്ക് ആദ്യത്തെ എക്ലിപ്സ് കൺഫർമേഷൻ കിട്ടി. ശരിക്കും ഈ ഹൈഡ്രജൻസ് തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. എല്ലാ സ്റ്റാഗേർഡ് കൺഫർമേഷനും ഈക്വലൻ്റ് ആണ്, എല്ലാ എക്ലിപ്സ് കൺഫർമേഷനും ഈക്വലൻ്റ് ആണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമ്മളത് റെഡിൽ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ 360 ഡിഗ്രി ആയി കഴിയുമ്പോഴത്തേനും വീണ്ടും ആദ്യത്തെ പൊസിഷനിലെത്തി. അങ്ങനെ നമുക്ക് 2 ടൈപ്പ് കൺഫർമേഷൻസ് അവിടെ പോസിബിളാണ്. അപ്പോൾ ഈ രീതിയിൽ എനർജി ഡയഗ്രമായിട്ട് ഇത് വരയ്ക്കുന്നതിനെ നമ്മൾ കൺഫർമേഷണൽ അനാലിസിസ് എന്ന് വിളിക്കും. ഇനി ഒരു കാര്യം കൂടി നമുക്ക് നോക്കാനുണ്ട്. എത്രയാണ് ആ എനർജി ഡിഫറൻസ്? അതൊരു ഫാക്ച്വൽ വാല്യൂ ആണ്. 2.9 കിലോ കാലറി പെർ മോൾ ഓർ 12 കിലോ ജൂൾ പെർ മോൾ. 2.9 കിലോ കാലറി പെർ മോൾ എന്ന് നമുക്ക് കാലറി യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യാം. എന്തത്? സ്റ്റാഗേർഡും എക്ലിപ്സിലും തമ്മിലുള്ള ഡിഫറൻസ്. അല്ലെങ്കിൽ 12 കിലോ ജൂൾ പെർ മോൾ എന്ന് ജൂളിൻ്റെ ടേംസിലും എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. A staggered conformation or conformer is more stable than an eclipsed conformer. എത്രമാത്രം സ്റ്റേബിൾ ആണ്? 12 kilojoule per mole or 2.9 kilocalorie per mole. The torsional strain, that is the repulsion between pairs of bonding electrons. രണ്ട് ബോണ്ടുകൾ തമ്മിൽ മാക്സിമം അകലത്തിൽ നിൽക്കുന്നു അല്ലെങ്കിൽ അടുത്ത് വരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോണുകളാണ്, അവർ തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻസ് ഉണ്ട്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സ്ട്രെയിനെയാണ് നമ്മൾ ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കൺഫർമേഷൻസ് തമ്മിലുള്ള പ്രധാന വ്യത്യാസം ടോർഷണൽ സ്ട്രെയിനാണ്. ചെറിയ രീതിയിൽ സ്റ്റെറിക് എഫക്റ്റ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഹൈഡ്രജൻസ് വളരെ ചെറിയ ആറ്റങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ടോർഷണൽ സ്ട്രെയിനാണ്. ഇനി നമുക്ക് 2-3 ടൈപ്പ് സ്ട്രെയിനെ കുറിച്ച് പഠിക്കാം. അതായത് കൺഫർമേഷൻസിൻ്റെ സ്റ്റെബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ എല്ലാ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായി മനസ്സിലാവണമെന്നില്ല. നമ്മൾ പുതിയ പുതിയ മോളിക്യൂൾസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇതിലാദ്യത്തെ കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് സ്റ്റെറിക് എന്ന വാക്കാണ്. സ്റ്റെറിക് എന്ന വാക്കിന് ബൾക്കിനെസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഡീസ്റ്റെബിലൈസേഷൻ ഡ്യൂ ടു റിപ്പൾഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോൺ ക്ലൗഡ്സ് ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ 2 ഹൈഡ്രജൻസ് അടുത്തേക്ക് വന്നിരിക്കുന്നു, അവർ തമ്മിൽ റിപ്പൽ ചെയ്യുവാണെങ്കിൽ അത്തരം കേസിനെയാണ് നമ്മൾ സ്റ്റെറിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൈഡ്രജന് പകരം ഒരു CH3 ഗ്രൂപ്പാണ് വന്നിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ OH ഗ്രൂപ്പാണെങ്കിൽ ഇച്ചിരി കൂടി വലിയ ഗ്രൂപ്പാണ്, അപ്പോൾ അവർ തമ്മിൽ കൂടുതൽ സ്റ്റെറിക് എഫക്റ്റ് ഉണ്ടാവും. ദ ഗ്രൂപ്പ്സ് ട്രൈ ടു ഓക്കുപ്പൈ സം കോമൺ സ്പേസ്. സോ അതുകൂടാതെ മാക്സിമം ഡിസ്റ്റൻസിൽ അവർ നിൽക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അത്തരം പോസിബിലിറ്റിയാണ് നമ്മൾ സ്റ്റെറിക് സ്ട്രെയിൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇപ്പോൾ നമ്മൾ കണ്ട ടോർഷണൽ സ്ട്രെയിൻ, ഡീസ്റ്റെബിലൈസേഷൻ ഡ്യൂ ടു ദ റിപ്പൾഷൻ ബിറ്റ്വീൻ പെയർസ് ഓഫ് ബോൺസ് കോസ്ഡ് ബൈ ദ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻസ് ഓഫ് ദ ഇലക്ട്രോൺസ് ഇൻ ദ ബോൺസ് if the groups are eclipsed. Then there is another aspect, angle strain. അതിനെക്കുറിച്ച് നമ്മളിപ്പം അധികം വിശദമായിട്ട് കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ ടോർഷണൽ സ്ട്രെയിൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. സ്റ്റെറിക് ഒരു പരിധി വരെ കണ്ടു. അടുത്ത എക്സാമ്പിൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റെറിക് കൂടുതലായി കാണും. ആംഗിൾ സ്ട്രെയിനും മുന്നോട്ട് വരുമ്പോൾ കാണും. ഡീസ്റ്റെബിലൈസേഷൻ ഡ്യൂ ടു ഡിസ്റ്റോർഷൻ ഓഫ് എ ബോണ്ട് ആംഗിൾ ഫ്രം ഇറ്റ്സ് ഒപ്റ്റിമം വാല്യൂ കോസ്ഡ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻസ് ഓഫ് ദ ഇലക്ട്രോൺസ് ഇൻ ദ ബോണ്ട്. നമ്മളുടെ കാർബൺ ആറ്റം ഒരു പർട്ടിക്കുലർ ഹൈബ്രിഡൈസേഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ, sp3 sp2 sp അതുപോലൊരു ഹൈബ്രിഡൈസേഷനാണ് ഇരിക്കുന്നതെങ്കിൽ അതിന് ഏറ്റവും സ്റ്റേബിളായി ഇരിക്കാനായിട്ട് ഒരു ആംഗിൾ പറഞ്ഞിട്ടുണ്ട്. അതിന് കൂടെയുള്ള ഓർബിറ്റലുകളും അവരുണ്ടാക്കുന്ന ബോണ്ടുകളും. അതിൽ നിന്ന് മാറ്റം വന്നാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് sp3 ഹൈബ്രിഡൈസേഷനിൽ 109 ഡിഗ്രി 28 മിനിറ്റ് ആണ് അവർ പറഞ്ഞിരിക്കുന്ന ബോണ്ട് ആംഗിൾ. അതിൽ നിന്ന് മാറ്റമുണ്ടായാൽ ദർ വിൽ ബി സ്ട്രെയിൻ. അതിനാണ് നമ്മൾ ആംഗിൾ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സൈക്ലോപ്രോപ്പൈൻ എന്ന് പറഞ്ഞ മോളിക്യൂളിൽ ആ ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മൾ മുന്നോട്ട് വരുമ്പം അത് കാണാം. ദെൻ ദിസ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 0, 60, 120, 180, 240, 300, 360 ഡൈഹീഡ്രൽ ആംഗിൾ നമ്മൾ എക്സ് ആക്സിസിൽ കൊടുത്തിരിക്കുന്നു. വൈ ആക്സിസിൽ എനർജി കൊടുത്തിരിക്കുന്നു. സ്റ്റാഗേർഡ്, എക്ലിപ്സ്ഡ് 2 ടൈപ്പ് കൺഫർമേഷൻസ് ആയിട്ട് മാറി മാറി വരുന്നു. ഇനീഷ്യലി നമുക്കൊരു എക്ലിപ്സിലാണ് തുടങ്ങേണ്ടത്. എപ്പോഴും നിങ്ങൾ എക്ലിപ്സിൽ തുടങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ അത് മാക്സിമം എനർജിയിലാണ് നിൽക്കുന്നത്. അതിനുശേഷം സ്റ്റാഗേർഡായ എനർജി കുറഞ്ഞു, വീണ്ടും എക്ലിപ്സായ എനർജി കൂടി,
സ്റ്റാഗേർഡ് ആയി കഴിഞ്ഞാൽ എനർജി കുറഞ്ഞു, അങ്ങനെ കൂടിയും കുറഞ്ഞും വന്നുകൊണ്ടിരിക്കുന്നു ഓരോ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച്. അപ്പോൾ നമ്മളുടെ എനർജി ഡിഫറൻസ് 12 കിലോ ജൂൾ പെർ മോൾ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ അത്രയേ ഉള്ളൂ നമുക്ക് ഈഥെയിൻ്റെ കൺഫർമേഷണൽ അനാലിസിസിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. കൂടുതൽ വിശദമായ കാര്യങ്ങൾ നമുക്ക് അടുത്ത എക്സാമ്പിൾസ് വരുന്ന സമയത്ത് അഡീഷണൽ പോയിൻറ്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ കൺഫർമേഷൻസ് എന്താണ്, ഈഥെയിൻ്റെ കൺഫർമേഷനുകൾ ഏതൊക്കെയാണ്, സ്റ്റാഗേർഡ്, എക്ലിപ്സ്ഡ്, ഈ 2 കൺഫർമേഷനും കണ്ടു. പിന്നെ ടോർഷണൽ സ്ട്രെയിൻ എന്താണെന്ന് കണ്ടു. സ്റ്റെറിക് സ്ട്രെയിൻ, ആംഗിൾ സ്ട്രെയിൻ, ഈ 2 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. എന്താണ് അവരെന്ന് നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം അവസാനിപ്പിക്കുന്നു.